ക്ഷമയുടെ നെല്ലിപ്പല കണ്ട 3 രാത്രികൾ. അതായിരുന്നു ഡിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ഫ്രം എറണാകുളം ടു ഗുവാഹട്ടി. രാവിലെ കണ്ണു തുറന്നപ്പോൾ തമിഴ്നാട്ടിലെവിടെ എത്തിയെന്ന് മനസ്സിലായി. എഴുന്നേറ്റ ഉടനെ പല്ലുതേപ്പങ്ങ് നടത്തി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലെമൺ റൈസും ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ശേഷം പെണ്ണിന് പകരം ചെസ്സിനെ പ്രണയിച്ച എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ചിരുത്തി ലൂഡോ കളിച്ചു. തുടർച്ചയായി 5 കളികളിൽ ഞാൻ ദയനീയമായി പരാജയപ്പെടുത്തി. സത്യത്തിൽ ഈ 2 ദിവസവും ഞങ്ങളെ രക്ഷിച്ചത് ലൂഡോയാണ്. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ സ്നാക്സും ലൂഡോയും പിന്നെ ചോക്ലേറ്റ്സുമായിരുന്നു ഏക ആശ്രയം. 3600 കിലോമീറ്ററിന് 57 മണിക്കൂർ. അതൊരൊന്നൊന്നര യാത്രയായിരുന്നു. ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ കുത്തൊഴുക്കായിരുന്നു ട്രെയിനിൽ. തമിഴ്നാടും ആന്ധ്രാപ്രദേശും കഴിഞ്ഞ് ഒഡീഷയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും സ്നാക്സ്, വീണ്ടും വീണ്ടും ലൂഡോ. എന്ത് ടീച്ചറുടെ മോളെല്ലാം എടുത്തു, സ്പൂൺ മാത്രം എടുത്തില്ല. അവസാനം ജാമിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ തേച്ച് മിനുക്കി കഴിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ ഒരു എക്സ്പ്രഷന് പിന്നിലുള്ള കാരണമാണ് ഈ യാത്രയെ ഒരു പാൻ ഇന്ത്യൻ യാത്രയാക്കുന്നത്. ഈ യാത്ര ഞങ്ങൾക്ക് മര്യാദയ്ക്കൊന്നും ഇരിക്കാൻ പോലും പറ്റിയിട്ടില്ല. കൂടെയുള്ള ഭായിമാർ പുറത്തൊന്ന് താഴ്ത്താൻ പോലും കൂട്ടാക്കാതെ ഫുൾ ഉറക്കമായിരുന്നു. കാരണം എന്താ? ബോലോ സുബഹ് കേസരി അഥവാ ഗൈനി, കുട്ക, പുകയില, പൻമസാല, ഇതൊക്കെ തന്നെ. ആ നിൽക്കുന്ന ചേട്ടൻ്റെ പിന്നിലൂടെ പോകുന്നതാണ് ഈ ട്രെയിനിലെ ഒരു പാൻവാല. പാൻ മസാല വിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ട് വരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഭായിമാർ രാവിലെ എഴുന്നേൽക്കും, പാൻ വാങ്ങും, ചവയ്ക്കും, പിന്നെ ഒരൊറ്റ കിടത്തമാണ്. രാത്രി എഴുന്നേൽക്കും, ഒരു നേരം ആഹാരം, വീണ്ടും കിടക്കും, റിപ്പീറ്റ്. തേടേസിയായിട്ടും ഇതായിരുന്നു അവസ്ഥ. പ്രതീക്ഷിച്ച വൃത്തിയോ സമാധാനമോ ഉണ്ടായിരുന്നില്ല. 12 ദിവസത്തെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിന് കാവടി തുള്ളി പോയതാ. തുടക്കം തന്നെ ഇങ്ങനെ ട്രാജഡി ആവുമെന്ന് വിചാരിച്ചില്ല. എങ്ങനെയൊക്കെയോ നമ്മൾ 3-ാം ദിവസം രാവിലെ ഗുവാഹട്ടിയിലെത്തി. 3 ദിവസത്തെ തടവിന് ശേഷമുള്ള സ്വാതന്ത്ര്യം.